കൂട്ടുകാരെ, നമുക്ക് മഴമേളം എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ മഴ പെയ്യുന്ന ചിത്രം കണ്ടു. ആ ചിത്രത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഒരു പ്രവർത്തനം തന്നിരിക്കുന്നു. ഇതൊന്ന് വായിച്ചു നോക്കൂ. വരക്കാം എന്നാണ്. വരക്കാം എന്നുള്ള ഈ പ്രവർത്തനം നമുക്ക് ചെയ്യണം. എന്താണ് വരയ്ക്കേണ്ടത്? ഞാൻ കണ്ട മഴ. നിങ്ങൾ മഴ കണ്ടിട്ടില്ലേ? മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ? മഴ ചറപറാന്ന് പെയ്യുന്നത് കണ്ടിട്ടില്ലേ? മഴ മലയുടെ മുകളിലും പുഴയുടെ മുകളിലും ചെടിയുടെ മുകളിലും കല്ലിന് മുകളിലും ഒക്കെ പെയ്യാറുണ്ട് അല്ലേ? നമുക്ക് ആ മഴ പെയ്യുന്ന ചിത്രം ദാ ഇവിടെയൊന്ന് വരക്കണം. നമുക്ക് എങ്ങനെയാണ് മഴ പെയ്യുന്നൊരു ചിത്രം വരക്കാൻ കഴിയുക എന്നാണ് നമ്മൾ നോക്കുന്നത്. കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കണേ. ഇവിടെ ഒരു മഴ പെയ്യുന്ന ചിത്രം വരക്കുകയാണ്. ആദ്യം നമ്മൾ ദാ ഒരു മല വരക്കുകയാണ്. എങ്ങനെയാണ് മല വരക്കുന്നത് നോക്കണേ. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വര തുടങ്ങാം. ദാ ഇവിടെ ഇങ്ങനെ ഒരു 3, 4 വര വരക്കാൻ പോവുകയാണ്. ഒരു മലയാകുന്നത് എങ്ങനെ നോക്കാം. നോക്കൂ, ഇവിടെ ഒരു മല വന്നു. ഇനി നമുക്ക് മലയുടെ ഈ ഭാഗത്ത് ഒരു മരം വരക്കുകയാണ്. ഇപ്പോൾ ഒരു മലയായി, ഒരു മരമായി. ഇനി നമുക്കിതാ ഈ ഭാഗത്തായി ചെറിയ ഒരു വെള്ളക്കെട്ട്, ഒരു കുളമോ ഒരു പുഴയോ ഒക്കെ വരക്കുക. ഇതൊരു കുളമാണ്. ഇത് നമുക്ക് ഈ കുളത്തിന് വക്കിലായി കുറച്ച് പുല്ലുകളൊക്കെ വരക്കണം. ഇവിടെ ഈ ഭാഗത്ത് ഒരു പാറ, ഇവിടെയും കുറച്ച് പുല്ലുകളൊക്കെ വരക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു മരവും കൂടി, ചെറിയൊരു മരം വരക്കാം. ചെറിയൊരു മരം. ഇനി നമുക്ക് ഈ മലയിൽ മഴ പെയ്യുന്നതായി കാണിക്കാം. മഴ പെയ്യുന്നതായി കാണിക്കാം. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഡോട്ട് ഇട്ടാൽ മതി. ഈ മഴ ഇതാ ഇവിടെ നമ്മുടെ കുളത്തിൽ ഒക്കെ വീഴുന്നുണ്ട്. കുളത്തിൽ വീഴുമ്പം നമുക്കിവിടെ വെള്ളം ഇങ്ങനെ വരച്ച് ചേർക്കും. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു മീനിന്റെ ചിത്രം വരക്കാം. ഒരു ചെറിയ മീനിന്റെ ചിത്രം. ഒരു ചെറിയ മീനിന്റെ ചിത്രം. പിന്നെ കൂട്ടുകാർക്ക് ഇവിടെ ഒരു തവളക്കുഞ്ഞിനെ വരക്കാം. ഇങ്ങനെ നമുക്ക് ഒരു മഴയുടെ ചിത്രം, മഴ പെയ്യുന്ന ചിത്രം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ വരച്ച് ചേർത്ത് കളറൊക്കെ കൊടുത്തുകൊണ്ട് വളരെ മനോഹരമാക്കാൻ കഴിയും. ഈ ചിത്രം വരച്ചപ്പോൾ ആദ്യം നമ്മളൊരു മലയാണ് വരച്ചത്. ഈ മലക്ക് 3 ഇങ്ങനെ ഒരു വര വരച്ചു. പിന്നെ ഒരു മരം വരച്ചു. പിന്നെ കുളം വരച്ചു. കുളത്തിനടുത്ത് പുല്ലുകൾ വരച്ചു. പിന്നെ കല്ലുകളൊക്കെ വരച്ചു. ഇവിടെയും വേറൊരു മരം വരച്ചു. പിന്നെ മഴ പെയ്യുന്നതായി കണ്ടു. പിന്നെ മീനിനെ വരച്ചു. ഇതിനേക്കാളും രസകരമായിട്ട് കൂട്ടുകാർക്ക് വരക്കാൻ കഴിയും. നിങ്ങളും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നല്ല മനോഹരമായ
ഒരു മഴയുടെ ചിത്രം വരച്ച് ടീച്ചറെ കാണിക്കുക. എന്നിട്ട് വേറെ ഒരു നോട്ട് ബുക്ക് എടുത്ത് ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ അതിനേക്കാളും മനോഹരമായ ചിത്രം വരച്ച് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ അത് ഒട്ടിച്ചു വെക്കുക. ഓക്കെ, വീണ്ടും ഒരു മഴ അനുഭവമായി നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ.